എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ബ്രാൻഡ് സിമെൻ്റാണ് കോൺക്രീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു നോർമൽ വീടിൻ്റെ കൺസ്ട്രക്ഷന് M20 അല്ലെങ്കിൽ M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് സിമെൻറ്റുകൾക്കും ഈ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷനുള്ളൊരു വർക്കാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഹെഡേക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനും ക്വാളിറ്റിക്കും ബ്രാൻഡിനേക്കാൾ വലിയൊരു പങ്ക് അതിൻ്റെ പ്രോസസ്സിനാണ്. ഈ പ്രോസസ്സ് ശരിയാവാൻ ഈ പറയാൻ പോകുന്ന ഒരു 4-5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തത് അഗ്രിഗേറ്റ്സിൻ്റെ ക്വാളിറ്റി, എംസാൻഡിൻ്റെയും മെറ്റലിൻ്റെയൊക്കെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. സെക്കൻഡ് തിങ് മിക്സ് റേഷ്യോ, ആ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് ഡിമാൻഡ് ചെയ്യുന്ന മിക്സ് റേഷ്യോ വരണം. മൂന്നാമത്തത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ നമ്മളതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം. നാലാമത്തത് അഡ്മിക്സേഴ്സ് ആണ്. എല്ലാവരും ഇഗ്നോർ ചെയ്യുന്നൊരു പാർട്ടാണിത്. കറക്റ്റായിട്ടുള്ള അഡ്മിക്സേഴ്സ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് നമുക്ക് കിട്ടും. അഞ്ചാമത്തത് സ്കിൽഡ് ലേബേഴ്സ്. ഈ മോളിൽ പറഞ്ഞ 4 പോയിന്റും കറക്റ്റായിട്ട് വരണമെങ്കിൽ അവസാനത്തെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം. ഇപ്പോഴത്തെ കാലത്ത് സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ അറിയുന്ന ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറെങ്കിലും മിനിമം വേണം. സോ നമ്മൾ ഏത് ബ്രാൻഡ് സിമെൻറ്റ് യൂസ് ചെയ്താലും അതിൻ്റെ പ്രോസസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ നല്ല ക്വാളിറ്റിയുള്ള സ്ട്രക്ചർ നമുക്ക് പണിയാം.